കിലുങ്ങുന്നില്ല ചേട്ടാ. കൈയും കാലും വിറയ്ക്കുന്ന കേട്ടാ. നിന്റെ കൈയും കാലും വിറയ്ക്കണ് എനക്ക്. ഏത് സമയത്താണ് ആ അവിടെ വന്നിരിക്കാൻ തോന്നിയത്? നീ എന്തറിഞ്ഞടി എല്ലാം കൂടെ ഒരുങ്ങി കെട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നേ? എന്റെ സമയം മോശം. നിന്റെ അല്ല സമയം മോശം, എന്റെയാണ് സമയം മോശം. എനിക്കിവിടെ ഇരിക്കാൻ തോന്നിയല്ലോ. ചേട്ടാ ആന്റി എല്ലാം പറഞ്ഞു പോവോ? കനയാന്റി പറയൂല, കാരണം കനയാന്റിയോട് ഉണ്ടായിരുന്നല്ലോ. കനയാന്റിയുടെ പ്രതിയാതി എന്തുകൊണ്ട് നന്നായി. എന്നാലും കനകാന്റി നിന്റെ കണ്ണാടി തന്നെയല്ലേ, നീ എന്തിനാണ് പിടിച്ചിട്ട് വിട്ടത്? ഞാൻ പിടിച്ചില്ല ചേട്ടാ, അതിനു മുമ്പ് കനയാന്റി വിട്ട്. ചേട്ടാ എന്നാലും കനയാന്റി മുങ്ങിയത് കണ്ടില്ലേ? അതൊക്കെ കണ്ടായിരുന്നു. നീ നമ്മള് വിചാരിക്കും കനയാന്റിക്ക് വലിയ ബുദ്ധി ഒന്നുമില്ലെന്ന്, പക്ഷെ ഒടുക്കത്തെ ബുദ്ധിയാ. என்னாச்சு? അല്ല കനകാന്റി അങ്ങോട്ടല്ലായിരുന്നു പോയത്, ഇപ്പം ഇവിടുന്ന് എങ്ങനെ വന്നേ? நான் போய் அம்மா என்ன செய்யறாங்கன்னு பார்த்துட்டு வந்தேன்டா. தெரிய வேண்டாமா? ஓ ஆரு, என்ன நீ இத கையில பிடிச்சிட்டு இருக்க? எங்கயாவது வெயிப்பா, அம்மாக்கு தெரிஞ்ச பிரச்சனை ஆயிடும். ചേട്ടാ അങ്ങോട്ട് നോക്ക്. அந்த பில்லு கட்டின வீடா? ஆ தெரியாதுல்ல. இத பாரு, நாங்க கிச்சன்ல போனப்போ அம்மா வந்து உமேஷ் அண்ணாட்ட பேசுறாங்க. പടവലത്തിലെ കണക്കെല്ലാം പാക്കണമെന്ന്. എനിക്ക് ഭയമാ ഇருக்கு. അതിന് ഉമേഷ് എന്നെ വിളിക്കണ എന്തിനാ? ഞാൻ കണക്കാ കറക്റ്റ് കൊടുക്കുന്നില്ലേ, പിന്നെന്തോ? അതെല്ലാം എനിക്ക് தெரியாதுப்பா. അല്ല അങ്ങനെ കാര്യമില്ലല്ലോ. എന്താണ് മൂന്നുപേരും കൂടെ ഒരു ചർച്ച? എന്ത് ചർച്ച? അല്ല വല്ല സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള വല്ല പ്ലാനിങ് ഒക്കെ ആണെങ്കിൽ എന്റെ കയ്യിൽ 5 പൈസ ഇല്ല കേട്ടോ, എന്റെ അടുത്ത് ചോദിക്കരുത്. അത്യാവശ്യമുള്ള പൈസയൊക്കെ എന്റെ കേശാന്റെ കയ്യിലുണ്ട്. കേശിച്ചേണ്ട കയ്യില് പൈസ കാണുമല്ലോ, പടവലത്തെ കണക്കപ്പിള്ളയല്ലേ. എന്തായാലും ആന്റി അവരവിടെ നിന്ന് ചെറിയ ചെറിയ പൈസയൊക്കെ ഇസ്കാതിരിക്കൂല, ഉറപ്പാണ്. ചെറിയ ചെറിയ പൈസയൊക്കെ ഇസ്കാതിരിക്കൂല്ലെന്നാ? ആ അങ്ങനെ വർത്താനോ? എടാ ചക്കരക്കുടത്തില് കൈയിട്ട് ആരാടാ നക്കാത്തത്? പ്രത്യേകിച്ച് നീ. ചക്കരക്കുടത്തിൽ കൈയിട്ട നക്കണ നക്കി ചേച്ചി അല്ല. പിന്നെ ചേച്ചി ചുമ്മാ ആവശ്യമില്ലെന്ന് പറയല്ലോ കേട്ടാ. അത് ഞാൻ സത്യസന്ധനാണ്. എന്തോ എന്തോ സത്യസന്ധൻ. സത്യസന്ധൻ. എടാ നിന്റെ സൈഡിൽ കൂടെ പോലും സത്യസന്ധ പോയിട്ടില്ല, അപ്പോഴാണ്. ചുമ്മാ ആവശ്യമില്ല വർത്താനം പറയല്ലോ. ഞാൻ കണക്കൊക്കെ കറക്റ്റ് കൃത്യമാണ്. അവിടെ ഉള്ള എന്ത് കണക്കുണ്ടെങ്കിലും ഞാൻ കറക്റ്റ് അമ്മൂമ്മ അടുത്ത് പറയും. അല്ല ഞാൻ എന്റെ ഇടയ്ക്ക് മുക്കാനൊന്നും നിൽക്കൂല. ചേച്ചിയാണ് മുക്കി. അമ്മൂമ്മനെ വിളിച്ച് ചോദിക്കട്ടെ നീ കറക്റ്റ് കണക്കാണോ കൊടുക്കണേന്ന്. എന്തിനാണ് ചേച്ചി? ഞാനൊന്നും ചേച്ചിക്ക് എന്തിനാണ് പ്രശ്നം? ചേച്ചി രാവിലെ വല്ല പുറകെ എന്റെ ചൊറഞ്ഞു നടക്കുകയല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. അല്ല ചുമ്മാ ഞാൻ പറഞ്ഞോണ്ട് വരില്ലേ. എടാ നീ കിടന്ന് തുള്ളണ എന്തിനാ? അല്ലെങ്കിൽ ഉള്ളത് പറയുമ്പോ കള്ളന്റെ തുള്ളല് കൂടും. ഓ പിന്നെ ഞാൻ അടിക്കടാ, നീ അടിക്ക്. തലകൊണ്ടെടുത്ത് അടിക്ക്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താണ് എല്ലാരും കൂടെ ഇവിടെ? ഒന്നുമില്ല. എന്താടാ? ഒന്നുമില്ല അമ്മൂമ്മ. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഒന്നുമില്ല. എന്താ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കുമല്ലോ. പൊന്നോ തുറന്നോ. എന്തുവാ തപ്പുന്നേ? ഞാനേ ഒരു ബുക്ക് ഇവിടെ വെച്ചിരുന്നായിരുന്നു. ഇപ്രാവശ്യത്തെ റബ്ബർ ഷീറ്റ് ഒക്കെ വിറ്റത് ഉമേഷ് അല്ലായിരുന്നോ? ആ കണക്കെഴുതിയ ബുക്ക് കിട്ടി. അല്ല അമ്മൂമ്മ അതൊക്കെ എന്തിനാ നോക്കണേ? റബ്ബർ ഷീറ്റ് വിറ്റത് ഉമേശനാണെങ്കിലും കാശ് എന്റെ തന്നപ്പോ ഞാൻ അമ്മൂമ്മയുടെ കൊണ്ടുവന്ന് തന്നായിരുന്നു. 32 ഷീറ്റ് വിറ്റ് 5600 രൂപ മൊത്തം കിട്ടി. 3000 രൂപ എന്റെ തന്ന് ഞാൻ കൊണ്ടുവന്ന് തന്നില്ലേ? എത്ര രൂപ എന്റെ തന്നു? 3000 രൂപ. 2250 രൂപ എന്റെ തന്നുള്ളൂ. 2250 രൂപ. 250 രൂപ പെട്രോൾ അടിച്ച്. അപ്പൊ ബാക്കി 500 രൂപ? 500 രൂപയ്ക്ക് ഫുഡ് കഴിച്ചു. 500 രൂപയ്ക്ക് നീ ഫുഡ് കഴിച്ചാ? ഞാൻ മാത്രമല്ല ഉമേശനും ഉണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ ചായക്കട കയറി നമ്മളാ കഴിച്ചു. എങ്ങനെ ചായക്കടയില് 500 രൂപയുടെ ഫുഡ്? അതപ്പാടാ ചായക്കടയിൽ ഉണ്ടാക്കുന്ന 500 രൂപയുടെ ഭക്ഷണം, അത് മൊത്തം നീ കഴിച്ച? ഭയങ്കര പ്രശ്നമാണല്ലോ ചേച്ചി. എന്തിനാണ് 500 രൂപയ്ക്ക് കഴിച്ചില്ലെങ്കിലും കുറച്ച് പൈസക്ക് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിച്ചു. വെള്ളം? എന്ത് വെള്ളം? ജ്യൂസ്. എന്ത് ജ്യൂസ്? കുമ്മിട്ടിക്ക ജ്യൂസ്. എത്ര എണ്ണം? എത്ര കഷ്ടം. 3-4 കുടിച്ചു കാണും. ആ സമയത്ത് എനിക്ക് മൂട് പോലെ ഞാൻ കുടിക്കും. ഇപ്പം ചേച്ചി കുറെ നേരമായിട്ട് എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നടക്കണ്. എനിക്ക് പിടിക്കില്ല. കൂടെ കളിച്ചു കഴിഞ്ഞാൽ
ഞാൻ പടവലത്തേക്കൊന്നും നോക്കുന്നില്ല എന്ന് വിചാരിക്കും. ഇതിലും നല്ലത് നോക്കാതിരിക്കണതാ, കുടുംബം പച്ച പിടിക്കും. ஆ ആന്റിയോടെ പോന്ന്. எனக்கு கிச்சன்ல நிறைய வேலை இருக்கு. എന്നാ പിന്നെ ഞാനും വരുന്നേ. എവിടെ കൊണ്ട് വെച്ച്? എന്തോ നമ്മമ്മ? എന്റെ കണ്ണാടി കാണുന്നില്ല. കണ്ണാടി? ഏത് കണ്ണാടി? സൗന്ദര്യം നോക്കുന്ന കണ്ണാടി. എന്റെ കണ്ണട. ഓ, കണ്ണി വെക്കുന്ന കണ്ണട. എവിടെ പോയി? അത് എന്നോടാന്ന് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ വെച്ചിട്ട് കാണുന്നില്ലെന്ന്. അപ്പുറത്ത് വല്ലതും വെച്ചിട്ടുണ്ടോ നോക്കി? പെട്ടെന്ന് കണ്ടുപിടിക്കാം അമ്മൂമ്മ. വന്നിട്ട് വേണം ഇവിടെ ചില ആൾക്കാരുടെ കണക്കൊക്കെ പുറത്തെടുക്കാൻ. താൻ കുറെ അല്ലോടോ കണക്കിന്റെ കാര്യം പറയണം. അങ്ങനെയാണെങ്കിലേ സിദ്ധോളയം വന്ന് കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ചിലവര് മുക്കും. ഒന്ന് തന്നാണ്ടല്ല. ഇത് പ്രശ്നം എന്താണ്? ഇത് തന്നെ ഉള്ളത് പറയുമ്പോ കള്ളന് തുള്ളല് ഓടും. അമ്മൂമ്മേ പെട്ടെന്ന് തന്നെ കണ്ണട കണ്ടുപിടിക്കുക കേട്ടാ. വേണമെങ്കിൽ ഞാനും സഹായിക്കാം. ഒരുത്തന്റെ കള്ളത്തരം മൊത്തം പൊളിച്ചെടുക്കണം. പൊളിച്ചെടുക്കുന്നേ ഓടോ. എടാ നിനക്ക് എന്തുവാ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിക്കുന്നേ? അമ്മൂമ്മക്ക് കണ്ണട ഇല്ലാതെ കണക്ക് നോക്കാൻ പറ്റില്ല. നീ കണ്ടായിരുന്നോ എന്റെ കണ്ണട? ഇല്ല, കാണുന്നില്ലടാ. കണക്ക് നോക്കണമെങ്കിൽ കണ്ണട ഇല്ലാതെ പറ്റത്തുമില്ല. എന്താടാ? ഒന്നുമില്ല. അലമാരി നടച്ചേക്കണം കേട്ടോ. ഞാനങ്ങനെ പറയും. രണ്ടെണ്ണം മുങ്ങും ചെയ്തു. ചേട്ടാ എന്തോ പ്ലാൻ? സിമ്പിൾ പ്ലാൻ. ഇതിപ്പോ ഞാൻ ഒരു തഞ്ചത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് പൊട്ടിപ്പോയ പീസ് എല്ലാവരും എടുത്ത് വെച്ചത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടേ? ഇത് നമ്മൾ അമ്മൂമ്മ നിൽക്കുന്നതിൻ്റെയോ ഇരിക്കുന്നതിൻ്റെയോ സൈഡിൽ കൊണ്ടുപോയി വെക്കുന്നു. അമ്മൂമ്മ ഇത് കൈ തട്ടിയാ ടക്കനെ തറ വീണ് അങ്ങ് പൊട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടെ അമ്മൂമ്മയുടെ തറയ്ക്കും വെച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ, സേഫ്. ചേട്ടാ അത് കള്ളത്തരല്ലേ? എന്നിട്ട് മക്കളൊരു കാര്യം ഞാൻ ചെന്ന് പറ, നീയാ പൊട്ടിച്ചെന്ന് പറയടി. ഞാനല്ലല്ലോ പൊട്ടിച്ചത്, നമ്മളെല്ലാരും കൂടെ അല്ലേ. അതപ്പോ എന്നാലും ഇത് ഞാൻ എവിടെ കൊണ്ട് വെച്ച് കണ്ണട? നീ പറഞ്ഞ പോലെ എന്റെ ഓർമ്മ പിശകാണോ? അറിയാൻ വയ്യ.